പഴുത്ത 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാവുന്നതാണ്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്തെടുത്ത ആ പഴവും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. മധുരത്തിനാവശ്യമായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചത്, പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പാല്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, അല്പം ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വഴറ്റിയെടുത്ത ആ പഴവും കൂടെ മൊത്തം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ ചൂടായി അതിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ അടിയിൽ പഴയൊരു പാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാൻ ചൂടായി അതിലേക്ക് അല്പം നെയ്യ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ നല്ല ടേസ്റ്റിയും നല്ല സിമ്പിളുമായിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.